ഇന്നലെ നമ്മുടെ മുൻപിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു കൊച്ചി മാടവനയിലുണ്ടായ ദേശീയപാതയിലുണ്ടായ അപകടം. ഒരു പ്രൈവറ്റ് ബസ് ഒരു ബൈക്കിൻ്റെ മുകളിലേക്ക് മറിഞ്ഞൊരു ബൈക്ക് യാത്രക്കാരൻ മരണപ്പെടുന്ന ആ ഒരു ദയനീയ സാഹചര്യം, വേദനാജനകമായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ അപകടം നടന്ന നിമിഷം മുതൽ തന്നെ നമ്മളെല്ലാവരും ചോദിക്കുന്നതാണ്, ഈ അപകട കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, സ്ട്രെയിറ്റ് റോഡിൽ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഇന്നലെ മുതൽ ചോദിക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കല്ലട എന്ന് പറയുന്ന ആ ബസ്സിൻ്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടത്തെ തുടർന്ന് ബസ് ഡ്രൈവർ തെങ്കാശി സ്വദേശി പാൽപാണ്ടിക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ഗായത്രി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. നമുക്ക് നോക്കാം എന്താണ് അപകടത്തെ തുടർന്ന് സംഭവിച്ചതെന്ന്. ഗായത്രി, ഗുഡ് മോർണിംഗ്. മഴയാണോ രാവിലെ? കുടയൊക്കെ ആയി നിൽക്കുന്നത്. എറണാകുളത്ത് മഴയാണോ? എറണാകുളത്ത് മഴ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ആണല്ലേ? ശരി ശരി, വാർത്തകളും ഇങ്ങനെ മഴ പോലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അപകട വാർത്ത എന്ന് പറയുമ്പോൾ ഇന്നലെ അത് ആ നിമിഷം മുതൽ നമ്മൾ വാർത്ത കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ അപകട കാരണം എന്നതിലൊരു വ്യക്തത വരുന്നില്ല എന്ന്. ഇപ്പോൾ അതിലൊരു കൃത്യത വന്നിരിക്കുകയാണ്. ഈ കല്ലട ബസ്സിൻ്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഈ ബാംഗ്ലൂർ സർവീസുകൾ ഈ മത്സര ഓട്ടത്തിന് കുപ്രസിദ്ധി ആർജിച്ചതാണ് വേഗതയുടെ പേരിൽ. അതാണോ ഇന്നലെയും സംഭവിച്ചത്? ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ എടുത്തത് ഈ അമിത വേഗതയാണോ? അമിത വേഗത തന്നെയാണ് എന്തായാലും ഇന്നലെ മാടവന ജംഗ്ഷനിലുണ്ടായ ഈ ഒരു അപകടത്തിനും ഒരാളുടെ മരണത്തിനും ഇടയാക്കിയതെന്നാണ് ഇപ്പോൾ വരുന്ന പോലീസ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മത്സരയോട്ടം എന്നതിനപ്പുറം സമയം തെറ്റി ഓടിയ ആ ഒരു ഇത് വഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സമയം കയറ്റി പിടിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു ഓട്ടം, അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സമയം വൈകിയിരുന്നതിനാൽ എത്രയും പെട്ടെന്ന് ലക്ഷ്യമെത്താനുള്ള ഓട്ടത്തിനിടയിൽ അമിത വേഗതയിൽ ഓടിച്ചു വരുന്നു. സിഗ്നൽ വരുന്നതിന് മുമ്പ് തന്നെ കയറി പോകുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം. അങ്ങനെ വന്ന വാഹനം പെട്ടെന്ന് സിഗ്നൽ കണ്ട് സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ ബസ്സിൻ്റെ പിൻഭാഗം അടക്കം പൊങ്ങി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ ബസ്സിനടിയിൽപ്പെട്ട് ഒരു ബൈക്ക് യാത്രികൻ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാലും അമിത വേഗത തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമാക്കിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബസ്സിൻ്റെ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരെ പോലീസ് കേസും എടുത്തിരിക്കുന്നു. അപകടമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനുമെതിരെ കേസുണ്ട്. ഈ ബസ് ഓടിച്ചത് അമിത വേഗത്തിൽ തന്നെയാണെന്ന് ഡ്രൈവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു അപകടം സംഭവിക്കാമെന്ന് അറിയാം, അത്തരത്തിൽ ആ വേഗതയിൽ തന്നെ വാഹനം ഓടിച്ചിരുന്നു. അത്തരത്തിലൊരു വകുപ്പ് കൂടി എന്തായാലും അയാൾക്ക് എതിരെ വരുന്നുണ്ട്. മരണമുണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് അത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ചത് എന്ന ഒരു വകുപ്പ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറ്റം കൂടി ഈ ഡ്രൈവർക്കെതിരെ ചാർത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ അപകടത്തിൽ മരിച്ച ഇടുക്കി വാഗമൺ ഉളുപ്പുണ്ണി സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരു പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെയായിരിക്കും സംസ്കാരം ഉണ്ടാവുക. ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഈ അരൂർ റൂട്ടിൽ, തിരുവനന്തപുരം അരൂർ റൂട്ടിൽ, അരൂരിനടുത്ത് വെച്ച് മാടവന ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഏകദേശം 11 പേർക്ക്, ബസ്സിലുണ്ടായിരുന്ന 11 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആളുകളുടെ പരിക്കുകളൊന്നും ഗുരുതരമല്ല. അത്തരത്തിൽ ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്.